ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവരാണെങ്കിൽ അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഏത് മീഡിയ നോക്കിയാലും, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ ന്യൂസ് ചാനൽസ് ആയിക്കോട്ടെ, എല്ലാത്തിലും കാണിക്കുന്നത് പോലീസിന്റെ കൊടും ക്രൂരത. ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രക്ഷോഭം, പ്രൊട്ടസ്റ്റ്. എന്നാൽ ഇത് ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ തുടങ്ങിയതല്ല, മാസക്കണക്കിനായി ഇത് തുടങ്ങിയിട്ട്. അതിന്റെ മെയിൻ റീസൺ എന്താണ്, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം, പ്രൊട്ടസ്റ്റ്? അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ഇന്നലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, രാഹുൽ ഗാന്ധിയെ വലിച്ചഴിച്ചു കൊണ്ടുപോകണു, അതേപോലെ തന്നെ ഉപദ്രവിക്കണു, അങ്ങനത്തെ ഒരു കാര്യത്തില് സന്തോഷമുണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നേരം വെളുത്തല്ലോ. ഇങ്ങനെ ഒരു നിർഗുണ അപ്പോസിഷൻ പാർട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് BJP ഒരു കൂസലും ഇല്ലാതെ ഭരിക്കുന്നത്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്കാം എക്സ്പോസ് ചെയ്യാൻ അവർക്ക് അറിയില്ല. ഒരു അലിഗേഷൻ കൊണ്ടുവരും, പിന്നീട് 2-3 മാസം ടൂറൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത അലിഗേഷൻ കൊണ്ടുവരും. ഒരു സ്കാം എക്സ്പോസ് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട അവിടെ ഇവര് മര്യാദയ്ക്ക് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗഡ്സ് നട്ടല്ലോടെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഗതി പലർക്കും വരില്ലായിരുന്നു. എന്തായാലും ഇപ്പോഴെങ്കിലും നേരം വെളുത്തല്ലോ, സന്തോഷം. ആൻഡ് ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ, കുറെ സെലിബ്രിറ്റീസ് ഇതിനെതിരെ സംസാരിക്കുന്നതൊക്കെ നല്ല കാര്യം. എന്നാൽ ഇതേപോലെ കേരളത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു PSC സ്കാം പറയുന്ന സാധനം. ഈ ഇന്റർവ്യൂല് ആൾക്കാരെ കുത്തിക്കേറ്റല്, പിൻവാതിൽ നിയമനം, എക്സാമില് മറ്റേ സ്കാം. ആ സമയത്ത് ഇവർക്കൊന്നും വായ ഉണ്ടായിരുന്നില്ലേ? അല്ലെ, എനിക്ക് അറിയാൻ ചോദിക്കുകയാണ്. ഇതൊരു സ്റ്റേറ്റത്തെ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കൺട്രി ഇഷ്യൂ, ആ തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ബാധിക്കപ്പെടുന്ന ആൾക്കാർ തുല്യരാണ്. ആ സമയത്തൊന്നും ഇവർക്ക് ആർക്കും വായ ഉണ്ടായിരുന്നില്ല. ഇവർക്ക് എന്താ വേണ്ടത്? ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ്. ആ സമയത്ത് അതിനെതിരെ ഇവർ സംസാരിച്ചു കഴിഞ്ഞു വെച്ചാൽ അവർക്ക് വന്നിട്ട് ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ട്, അവർക്ക് വന്നിട്ട് കുറച്ച് റീച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടാണ് പലതും. അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇവരുടെ വായിലൊക്കെ ആരെങ്കിലും സെല്ലോട്ടേപ്പ് പൊട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നോ? ഒരിക്കലും അല്ല. സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണം, സംസാരിക്കേണ്ടവർക്ക് വേണ്ടി സംസാരിക്കണം. എല്ലാവരും ഈക്വൽ ആണ്. സ്റ്റേറ്റിലത്തെ ആൾക്കാരും നാഷണൽ ലെവലിലെ ആൾക്കാരും വരുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എപ്പോഴും പറയും ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി, അല്ലെങ്കിൽ ഇന്ത്യ ആണ് ബിഗ്ഗസ്റ്റ് ഡെമോക്രസി. എന്നാൽ അങ്ങനെയാണോ ശരിക്കും? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യേണ്ട അവിടെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അവൻ ആന്റി സോഷ്യലായി, ആന്റി നാഷണലായി, ആന്റിയായി, അങ്കിളായി. ഇതാണോ ഡെമോക്രസി? ജനഗണമന പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും ഇപ്പൊ ഭയങ്കര വാലിഡ് ആണ്. ആ സിനിമയുടെ ഇമ്പോർട്ടൻസ് ഇപ്പൊ കറക്റ്റായി മനസ്സിലാവുണ്ടാവും. ഇപ്പോഴാണ് അങ്ങനത്തെ പടമൊക്കെ റിലീസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല, ഇത് മാസക്കണക്കിനായി തുടങ്ങിയ പ്രശ്നം. ആൻഡ് ഇവര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, കുറെ കാര്യങ്ങളുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാം, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ഈ നീറ്റ് എക്സാം അവർ ക്യാൻസൽ ചെയ്ത സമയത്ത് പല കുട്ടികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വന്നിട്ട് 1 കോടി രൂപ എന്തോ കൊടുക്കണം. പിന്നെ നീറ്റിലുള്ള അഴിമതി, അതേ സമയത്ത് OSM പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഓൺ സ്ക്രീൻ മാർക്കിംഗ്. നമ്മുടെ +2 CBSE എക്സാമിന്റെ വാല്യുവേഷൻ പരിപാടിയാണ്. അതിൽ നടന്ന അഴിമതി. ഇതൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. എക്സാക്ട് ഡേറ്റ് പറയണെന്ന് വെച്ചാൽ ജൂൺ 6-ാം തീയതി എന്തോണ് ഈ പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നീറ്റ് എക്സാം റദ്ദാക്കിയത്. മെയ് മാസത്തിലായിരുന്നു നീറ്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. നീറ്റ് എക്സാം ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു ഗസ് പേപ്പർ അല്ലെങ്കിൽ ഒരു ഈ എക്സാം ബാങ്ക് പോലൊരു സാധനം, ക്വസ്റ്റ്യൻ പേപ്പർ ബാങ്ക് പോലൊരു സാധനം വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. നോക്കിയ സമയത്ത് റിയൽ പേപ്പറിലും ഈ ഗസ് പേപ്പറിലും ഓൾമോസ്റ്റ് 140 ക്വസ്റ്റ്യൻസോളം സെയിം ആണ്. ആൻഡ് ഇതിനെപ്പറ്റി ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടായി, ചർച്ചാ വിഷയം ഉണ്ടായപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു ഏജൻസി നടത്തണമാണ്, അതിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല. ഇന്ത്യത്തെ ഒരു ബിഗ് എക്സാം ആണ്, ഇത് എഴുതുന്നത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ആൻഡ് പല സ്റ്റേറ്റ്സും ഈ ഒരു എക്സാമിന് എതിരെയാണ്. എന്നിട്ട് അങ്ങേര് പറയാണ് എനിക്കിതിൽ ഉത്തരവാദിത്വമില്ല. പിന്നെ എന്തിനാണ് ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ? എന്തിനാണ് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്? കഷ്ടം. അതേ സമയത്ത് വേറൊന്നുണ്ടായതാണ് CBSE +2 ഈ വാല്യുവേഷന്റെ ചുറ്റിപ്പറ്റി ഉണ്ടായ സംഭവങ്ങൾ. OSM പറഞ്ഞൊരു പരിപാടിയാണ്, ഓൺ സ്ക്രീൻ മാർക്കിംഗ്. നമ്മൾ എഴുതിയ ആൻസർ ഷീറ്റ് ഇവരെന്ത് ചെയ്യും വെച്ചാൽ ഡിജിറ്റലി സ്കാൻ ചെയ്തിട്ട് ഡിജിറ്റലി വാല്യൂ, അല്ലെങ്കിൽ ഡിജിറ്റലി ആണ് ഇവർ ഇതിനെ വാല്യുവേഷൻ നടത്തുന്നത്. അങ്ങനെ നടത്തിയ സമയത്ത് പലർക്കും ഇത് ആദ്യം തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ഈ വിജയ ശതമാനത്തിനേക്കാളും ഇത്തവണ കമ്മിയായിരുന്നു.
അപ്പൊ പല പിള്ളേരും എന്ത് ചെയ്തു വെച്ചാൽ അവർ എക്സാം നന്നായി എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ പോരാ പറഞ്ഞിട്ട് ഇതിന്റെ ഫോട്ടോ കോപ്പി ചോദിച്ചിട്ട് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. ഏകദേശം 4 ലക്ഷം പിള്ളേർ. എന്നാൽ ഫോട്ടോ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് അതിലേറെ തലവേദന ഉണ്ടായിരുന്നു. ഇവർ ചോദിക്കുന്ന പൈസ കൂടുതലായിരുന്നു. ഈ പൈസ അടയ്ക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് പലപ്പോഴും പേയ്മെന്റ് ഗേറ്റ് വേ ഫെയിലിയർ ആയിരുന്നു. എന്നിട്ട് ഈ ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം ഇവർക്ക് ഈ ഫോട്ടോ കോപ്പി കിട്ടിയപ്പോ പലരും എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് പോലും അല്ല ഇവർക്ക് കിട്ടിയ ഫോട്ടോ കോപ്പിയിൽ, ഇവർ എഴുതിയ ആൻസർ അല്ല അതിൽ പലതിലും ഉള്ളത്. പോരെ, വേറെ എന്തെങ്കിലും വേണോ? ഒരു പയ്യനുണ്ട്, വേദാന്ത് ശ്രീവാത്സവ്. ആ പയ്യൻ സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ വൃത്തിക്ക് എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ആ ചെക്കൻ എല്ലാവരും കൂടി ആന്റി നാഷണൽ ആക്കി, ആന്റി സോഷ്യൽ ആക്കി. സോ ഇതേപോലെ കേരളത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് അറിയില്ല. അന്ന് കോക്രോച്ച് പാർട്ടിയും പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അത് എക്സ്പോസ് ചെയ്യാൻ. KTU പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയുടെ സീസൺ 1 വിക്ടിമാണ് നോ. അതിൽ പഠിച്ചവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇതേ സംഭവം തന്നെയാണ്. നമ്മൾ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇത്രയും നന്നായി എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്ന ഈ ഗ്രേഡ് ഒക്കെ കിട്ടുന്നു. നന്നായി എഴുതിയവൻ പരീക്ഷയിൽ തോറ്റുണ്ടാവും. ഒന്നും എഴുതാത്തവൻ ചിലപ്പോൾ പാസ്സായി ഉണ്ടാവും. റീവാലുവേഷൻ കൊടുക്കുന്ന സമയത്ത് B ഗ്രേഡ് C ഗ്രേഡ് ഉണ്ടായവന് റീവാലുവേഷൻ കഴിഞ്ഞ് കിട്ടുമ്പോൾ O ഗ്രേഡ്. ഫോട്ടോ കോപ്പി ചോദിച്ച സമയത്ത് പലർക്കും അവരുടെ ഫോട്ടോ കോപ്പി അല്ല കിട്ടണം. എന്നാൽ അന്ന് അതിനു വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യാനോ സമരം ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പലരും ഇത് അറിയാതെ പോയി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ കോളേജിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. കോളേജിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ്, ടോപ്പർ ആയിരുന്നു. ആ കൊച്ചിന് ഒരു സബ്ജക്ട് ഫെയിൽ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്ന് ഞാൻ ബസ് ഇറങ്ങി നടന്ന് കോളേജിൽ കയറി സമയത്ത് ഈ കൊച്ചു അവിടെ കരഞ്ഞിരിക്കുന്നുണ്ടാവും. എന്നിട്ട് ആ കൊച്ചു സപ്ലിയും പരിപാടിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. റീവാലുവേഷൻ കൊടുത്തപ്പോൾ ഈ തോറ്റ കൊച്ചിന് വന്ന ഗ്രേഡ് ഓയോ എയോ. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവർ എവിടെ നോക്കിയിട്ടാണ് ഈ പേപ്പർ വാല്യൂവേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പലരുടെയും ഭാവി വെച്ചിട്ടാണ് ഇവരൊക്കെ കളിക്കുന്നത്. ആൻഡ് ലിറ്ററലി ഞാൻ കേട്ടിട്ടുണ്ട് ഇവർ പറയുന്നത് ഇവര് സിനിമ കണ്ടോണ്ടാണ് ഇത്ര പേപ്പർ വാല്യൂവേറ്റ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര പേരുടെ ഭാവി വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇവരെഴുതിയ ആൻസേഴ്സ് ഒന്നും അല്ല പലതിലും വന്നിരിക്കുന്നത്. പലതിലും അവർ എക്സ്പെക്ട് ചെയ്ത ഗ്രേഡ് ഒന്നുമല്ല അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അന്നാണ് ഈ പ്രൊട്ടസ്റ്റും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാൻ ഒന്ന് രാജിവെക്കണം. പിന്നെ ഈ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്ത സമയത്ത് കുറച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു പാരിതോഷികം എന്നുള്ള രീതിയിൽ 1 കോടി രൂപ കൊടുക്കണം. സോ ഇത് ചൂട് പിടിച്ചത് എപ്പോഴാണ് വെച്ചാൽ സോനം വാങ്ചങ് പറഞ്ഞിട്ട് ഒരു ലഡാക്കി എൻവയൺമെന്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ് ഹങ്കർ സ്ട്രൈക്കിന് വന്നിട്ടുണ്ടായിരുന്നു, നിരാഹാര സത്യാഗ്രഹം. അന്നാണ് ഇത് എല്ലാവരെയും ചൂട് പിടിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഹങ്കർ സ്ട്രൈക്ക് കൂടുതലായി പോയപ്പോൾ പോലീസ് ഒരു ദിവസം പെട്ടെന്ന് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് മാറ്റി. അത്രയും നേരം ഇത് ചെറിയൊരു സ്പാർക്കാണ്. പിന്നീട് അതൊരു തീപ്പൊരി, ഒരു മറ്റേ കാട്ടുതീയായിട്ട് മാറി. തീപ്പൊരി എന്നുള്ള ഒരു കാട്ടുതീ പ്രൊട്ടസ്റ്റ് ആയിട്ട് മാറി. പ്രൊട്ടസ്റ്റായി മാറിയ സമയത്ത് ഈ ജൂലൈ 18 ജൂലൈ 20 ഈ മറ്റേ BNSS സെക്ഷൻ 163 പറയുന്ന സാധനം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പറഞ്ഞിട്ട് ഈ 5 പേരിലേക്കാളും കൂട്ടം കൂടാൻ പാടില്ല, അതേപോലെ തന്നെ മറ്റേ പബ്ലിക് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പാടില്ല, വേണ്ടി വന്ന ഇന്റർനെറ്റ് ആ ഏരിയയിലുള്ള കട്ട് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഈ സെക്ഷനിൽ വരുന്നത്. പോലീസ് പറയുന്നത് 5 മണി വരെ ഞങ്ങൾ ഇവരെ മര്യാദയ്ക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനും സമാധാനത്തോടെ പ്രൊട്ടസ്റ്റ് ചെയ്യാനൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരവിടെ തടിച്ചു കൂടിയപ്പോഴാണ് ഞങ്ങൾ ഇവരെ അറ്റാക്ക് ചെയ്ത്. ആൻഡ് 10 വയസ്സുള്ള പിള്ളേര്, 10 വയസ്സെന്തോ ഉള്ള ഒരു ചെക്കന്റെ ചെകിടത്ത് ഇന്നലെ ഒരു പോലീസുകാരൻ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചെറുക്കൻ എന്ത് ചെയ്തിട്ടാണ് മിണ്ടാണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോണ പിള്ളേരെ ഇടങ്ങാലിട്ട് വീഴ്ത്തുന്ന പോലീസുകാരുണ്ട്. പലരെയും ഈ ലേഡീസിനെയൊക്കെ ടോർച്ചർ ചെയ്ത പോലീസുകാരുണ്ട് എന്നൊക്കെ അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. ഇവർക്കൊക്കെ ഇതിനുള്ള അനുമതി ആരാണ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ആൻഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര പേരെ ഈ മറ്റേ എക്സാം പേപ്പർ ലീക്ക് ചെയ്തതിന് ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഭാവി തലമുറയുടെ ഭാവി തകർക്കാൻ ഞങ്ങൾ റെഡിയല്ല. ഇങ്ങനെ തല്ലി ചതയ്ക്കുമ്പോഴൊന്നും ഭാവി തലമുറയുടെ ഭാവി തകരില്ലേ. ഇങ്ങനെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും സ്റ്റിൽ ഇഫ് യു ആർ സപ്പോർട്ടിങ് മറ്റേ ഈ പാർട്ടി, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ പാർട്ടി മിനിസ്റ്റേഴ്സ് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളാണ് പ്രശ്നം, നിങ്ങൾ മാത്രമാണ് പ്രശ്നം. പൊളിറ്റിക്സ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഐഡിയോളജി എല്ലാവർക്കും ഉണ്ടാവും, അത് ഒരിക്കലും ബ്ലൈൻഡ് പൊളിറ്റിക്സ് ആവാൻ പാടില്ല.
ഇവിടെ പലരും ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഐഡിയോളജി കണ്ടിട്ടൊന്നുമല്ല, പലപ്പോഴും റിലീജിയസ് പൊളിറ്റിക്സ് കണ്ടിട്ടാണ്. നോർത്തിലൊക്കെ അതേ മാത്രമേ ഉള്ളൂ. അവർ എന്തൊക്കെ നല്ലത് ചെയ്തു അതൊന്നും നോക്കിയിട്ടല്ല, റിലീജിയസ് പൊളിറ്റിക്സ്. എന്നാൽ ഒരു പാർട്ടി തെണ്ടിത്തരം കാണിച്ചു വെച്ചാൽ അത് തെണ്ടിത്തരാണെന്ന് പറയാനുള്ള കഴിവില്ലെങ്കിൽ അതിന് നിൽക്കരുത്. അതിനെയാണ് നമ്മൾ ബ്ലൈൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുക. ഇന്നലെ ഇത്രയും പ്രശ്നം നടന്നപ്പോ ഇപ്പൊ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാനും ക്രെഡിറ്റ് അടിച്ചെടുക്കാനും വന്നിട്ടുണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അവരൊക്കെയാണ്. അവര് നിൽക്കേണ്ട സമയത്ത് സ്ട്രോങ് ആയി നിന്നിട്ട് സ്കാം എക്സ്പോസ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഒരിക്കലും BJP ഗവൺമെന്റ് ഇത്ര ധൈര്യത്തില് ഒരു കാര്യവും ചെയ്യില്ല. അവർക്ക് അറിയാം ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ സ്കാം എക്സ്പോസ് ചെയ്യാൻ ഓപ്പോസിഷൻ പാർട്ടിക്ക് പറ്റില്ല, അവർ ഇത്രയും വീക്കാണ്. അത് അവർക്ക് അറിയണിടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇവരൊരു സ്കാം എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇവരുടെ 100 സ്കാം മറ്റേ BJP ഗവൺമെന്റ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി നോക്കും. ആൻഡ് നമുക്കറിയാം മീഡിയ, സോഷ്യൽ മീഡിയ എല്ലാം BJP ഗവൺമെന്റിന്റെ കീഴിലാണ്. അതുകൊണ്ട് ഇന്നേ വരെ അപ്പോസിഷൻ പാർട്ടിക്ക് ഇവരുടെ ഒരു സ്കാം എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് കേരളത്തിലുള്ള സംഭവം തന്നെ. PSCയിൽ ഇതേ സ്കാം തന്നെയായിരുന്നു. പക്ഷെ അന്ന് ഇതേപോലെ സംസാരിക്കേണ്ട പലരും സംസാരിച്ചിട്ടില്ല, സംസാരിക്കേണ്ട പലരും വായടച്ചിരുന്നു. ഇപ്പൊ ഈ ഘോരം കിടന്ന് പ്രസംഗിക്കുന്ന പല സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസും അതേപോലെ തന്നെ സോ കോൾഡ് സെലിബ്രിറ്റീസും അന്ന് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇതും പിള്ളേരാണ്, അതും പിള്ളേരാണ്. ഭാവി തലമുറയാണ് രണ്ട് സ്ഥലത്തും ഉള്ളത്. സ്റ്റേറ്റ്, കൺട്രി ആ ഡിഫറൻസ് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള റൈറ്റ് ഒന്നാണ്. അതെന്താണ് ആരും മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒന്നാമത് ഇങ്ങനത്തെ കാര്യത്തെ പറ്റിയൊന്നും സംസാരിക്കാത്ത ആളാണ്. പക്ഷേ ഓരോ സെലിബ്രിറ്റീസ് പോസ്റ്റ് ഇടുമ്പോഴും അത് ഒന്നാമത് ഇംഗ്ലീഷിലാണ്. പലർക്കും അത് മനസ്സിലാവുന്നില്ല. ആൻഡ് പലരും വിചാരിക്കുന്നത് നാഷണൽ അവാർഡ് പ്രോപ്പറായിട്ട് കൊടുക്കാത്തതിനെതിരെയാണ് ഇവര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നാണ്. നോൺസെൻസ്. ആൻഡ് പലപ്പോഴും സെലിബ്രിറ്റീസ് പോസ്റ്റ് ഇടുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോസ്റ്റ് ഇടാം. ഒരിക്കലും ഈ മറ്റേ മോദിയോ അമിത്ഷായോ വന്നിട്ട് നിങ്ങളുടെ പോസ്റ്റ് ഒന്നും വായിക്കാൻ വേണ്ടി പോകണമെന്നില്ല. നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുകൊണ്ട് മേക്ക് ഷുവർ ഇങ്ങനത്തെ പോസ്റ്റ് ഒക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പൊട്ടത്തരം പലരും വിചാരിക്കില്ല. ഇപ്പൊ ഇന്നലെ എന്തോ ടോവിനോന്റെ പോസ്റ്റിന് താഴെ എന്തോ വന്ന് കമന്റ് കാണുന്നത് നാഷണൽ അവാർഡ് മര്യാദയ്ക്ക് കൊടുക്കാതിരിക്കുന്നതിനെതിരെയാണ് ടോവിനോ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. സോ പേപ്പർ വായിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. ഇന്ത്യയിൽ എന്താ നടക്കുന്ന കാര്യം മനസ്സിലാവും. പൊളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാവും. ഒരുത്തന്റെ വീട്ടിൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു വെച്ചാൽ അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം ഇതിന് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യണം. മറ്റേത് വായി തോന്നുന്നു കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയാൽ മതി. സോ അവന്റെ ചുറ്റുഭാഗത്ത് നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ അത്യുത്തമെന്നേ പറയാനുള്ളൂ.